ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നാളെ വർക്കുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇടുവണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെച്ചറും കാര്യങ്ങളൊക്കെ നേരത്തെ സെറ്റ് ചെയ്തിട്ടിരുന്നതായിരുന്നു. പക്ഷേ ലൈറ്റ് നമുക്ക് വേറെ വർക്കിന് വേണ്ടി അഴിക്കേണ്ടി വന്നു. അതാണ് നമ്മളിപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിലാണ് നമുക്ക് നാളെ വർക്ക്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അങ്ങനെ LED ബാറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ചൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പുനലൂരൊക്കെ ഒന്ന് നിർത്തി. അത്യാവശ്യം ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു, ഒരു 8 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റായി ഞങ്ങൾ. അപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്നൊരു പ്ലാനിലിരുന്നതാണ്. അപ്പോഴാണ് ദാണ്ട് ഇത് മുമ്പിൽ കൊണ്ട് കെട്ടി വെച്ചേക്കുന്നത് കണ്ടത്. അങ്ങനെ ഇന്നത്തെ ഉറക്കം പോയെന്ന് മനസ്സിലായപ്പോൾ തന്നെ വിചാരിച്ചു, എന്നാൽ ബാക്കിയിരിക്കുന്ന ഷാർപ്പിയും കാര്യങ്ങളും കൂടെ കെട്ടി സെറ്റാക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷാർപ്പിയൊക്കെ കെട്ടി തീർന്നപ്പോഴത്തേന് 5 മണിയായി. പിന്നെ കിട്ടിയ സമയത്ത് എല്ലാവരും പോയി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ എല്ലാവരും എണ്ണീറ്റ് വീണ്ടും ബാക്കി പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങി. വൈകിട്ട് 5 മണിക്കാണ് ഘോഷയാത്ര. അപ്പോൾ അപ്പോഴത്തേനൊക്കെ എല്ലാം റെഡിയാക്കിയാൽ മതി. ഗൂഗിൾ അവിടെ സ്പീക്കറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്ട്രെച്ചർ. ഇത് അപ്പു, ഇത് മാർസൻ, ഇത് സച്ചിൻ, റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് അക്ഷയ്, ഇത് രാമാണ് നമ്മുടെ സൗണ്ട് കൺട്രോളിങ് കാര്യങ്ങളൊക്കെ, ഇത് ഷൈജു. അപ്പം ഇനിയും കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത വീഡിയോയിലോട്ടൊക്കെ കാണിച്ചു തരാം. അങ്ങനെ ഏകദേശം ഒരു 4:30 ആയപ്പോൾ എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ എന്തായാലും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു 5:30 ആയപ്പോഴത്തേനും നമ്മൾ ഘോഷയാത്രയുടെ ലൈനിൽ വന്ന് നിന്നു. അങ്ങനെ ഇന്ന് ഞാനായിരുന്നു വണ്ടി എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും ഒരുപാട് എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ജംഗ്ഷൻ വന്നപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തിയിടണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു ഉത്സവം തന്നെയായിരുന്നു. പരിപാടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാ പരിപാടിയും തീർന്നു. അപ്പം നമുക്കിനി ഇവിടുന്ന് ഷാർപ്പിങ് കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചു. ഇനി നമുക്ക് ടാർപ്പെല്ലാം സെറ്റ് ചെയ്ത് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം. നമുക്ക് നാളെ വേറെ പ്രോഗ്രാം ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും. ഇപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. വേറൊരു വർക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.